ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു ക്രിപ്റ്റോ കറൻസിയിലേക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സെയിമാണ്, നമ്മുടെ പൈ ക്രിപ്റ്റോ കറൻസിയെ പോലെ സെയിമാണ്. പൈ ക്രിപ്റ്റോ കറൻസിയെ പോലെ ട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല. കാരണം ഇത് സ്റ്റാർട്ടായിട്ട് ലോഞ്ചായിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. സാധാരണയിൽ ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഇടാറില്ല. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമ്മുടെ പൈനെ പറ്റി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, സ്പീഡ് വല്ലാണ്ട് ചെറുതായി. സ്പീഡ് വലുത് ചെറുതായി എന്ന് പറഞ്ഞാൽ ആരെയും അണ്ടറിൽ ചേർക്കാത്ത ഒരാൾക്ക് എളുപ്പം അവരെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. 6 കോയിൻ ദിവസേന കിട്ടിയിരുന്നത് ഇപ്പം 3 കോയിനായിട്ട് മാറി. ഇനി അത് വീണ്ടും 1 കോയിനായിട്ട് മാറും. പിന്നെ വളരെ സ്ലോ. അപ്പം അതിനു മുമ്പേ തന്നെ അത് ലോഞ്ചാവും. അതായത് ഫുൾ വെർഷൻ എന്നുള്ള രീതിയിൽ 3ാമത്തെ സ്റ്റേജ് കവറായി നമുക്ക് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ ട്രേഡിംഗ് സെൻറ്ററുകളിൽ നമുക്കത് ക്യാഷാക്കി മാറ്റാനും അല്ലെങ്കിൽ വേറെ ഇടപാടുകൾ നടത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയത്ത് അത്രയും ട്രസ്റ്റഡ് ആണോ ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. എങ്കിൽ കൂടിയും അതൊന്നും നേരം കളയാതെ, സമയം പാഴാക്കാതെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 1.5 മാസം മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ടൈം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതന്ന് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് എത്ര വിശ്വാസയോഗ്യമായിരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അവരുടെ പല അപ്ഡേഷൻസൊക്കെ സംഭവിച്ചു. അത് കുറച്ചും കൂടി പവർഫുള്ളായി, കുറച്ചുകൂടി കുറ്റമറ്റതാക്കി. അപ്പോൾ ഇപ്പോൾ എനിക്കതിന് കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ട്, ആ ഒരു ക്രിപ്റ്റോ ഭാവിയിൽ വരാം എന്നുള്ളത്. അപ്പോൾ ടൈം സ്റ്റോപ്പ് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗം തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ എന്താ പറയുക യൂസർ നെയിം ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ KUTTIKKATT ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ എൻ്റെ ഫോൺ നമ്പർ 9349901007. പല യൂട്യൂബേഴ്സും അവരുടെ ഫോൺ നമ്പർ തരാൻ താല്പര്യം കാണിക്കാറില്ല. അത് കാരണം വേറെ ഒന്നുമല്ല, കോൾ വിളിച്ച് ശല്യമായി തീരും പല ആൾക്കാരുടെയും. നിങ്ങൾ ഒരു കോളെ വിളിക്കുന്നുണ്ടാവുള്ളൂ, എല്ലാവരും പോലെ കോളുകൾ വിളിക്കുമ്പോൾ അതൊരു ശല്യമായി തീരും. അപ്പോൾ അതേ അവസ്ഥ തന്നെ എനിക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കോൾ വിളിക്കാൽ ഒഴിവാക്കി വോയിസ് ഇടായിരിക്കും നന്നായിരിക്കുക. ഏത് വോയിസ്? നമ്മുടെ വാട്സപ്പ് വോയിസ്. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് എനിക്ക് എടുക്കാം, റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതാണ്ട് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉത്തരങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ എനിക്ക് സാധിക്കും, ഉത്തരങ്ങൾ തരാൻ സാധിക്കും. അപ്പോൾ അതിനാണ് ഞാൻ നമ്പർ തന്നത്. അപ്പോൾ ടൈം സ്റ്റോപ്പിനെ പറ്റിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പൈനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ പുതിയതാണ് ബീനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിൽ ഈ 3ഉം ഫ്രീ ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മൾ ഫ്രീ ആയിട്ട് മൈൻ ചെയ്തിട്ട് ഭാവിയിൽ നമുക്കത് കോയിൻ ക്യാഷാക്കി മാറ്റാം എന്നൊരു ചിന്തയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൈ ക്രിപ്റ്റോ കറൻസി നമുക്ക് മാർച്ച് അവസാനത്തോടുകൂടി 2021 ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ പൈസയുടെ കാര്യങ്ങൾക്ക് അടുക്കുന്നു. ആ സമയം ഈ ടൈം സ്റ്റോപ്പും ടൈം സ്റ്റോപ്പ് ഒരു 2 മാസമായിട്ടില്ല, 1.5 മാസം തന്നെ. 1.5 മാസത്തോളം എന്ന് പറയുമ്പോൾ ഇനിയും 20 മാസത്തിന് മേലെ നമുക്കത് മൈനിങ് ചെയ്യേണ്ടതുണ്ട്. ഈ കറക്റ്റ് 24 മാസം മൈൻ ചെയ്യേണ്ടതൊരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എന്തിനിപ്പോൾ ഇത്രയും നാൾ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം 2 വർഷമെങ്കിലും മൈൻ ചെയ്യപ്പെട്ടിട്ടാണ് ഏതൊരു ക്രിപ്റ്റോ കറൻസിയെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഫ്രീ ആയിട്ട് മൈനിങ് ആണ് ഇതൊക്കെ. ഈ ഫ്രീ ആയി മൈനിങ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ഒരു സംശയം, എന്തിനാണ് ഇത് ഫ്രീ ആയി തരുന്നത്? ഇതാണ് അതിൻ്റെ ഒരു രീതി, ഘടന. അതാണ് നമ്മൾ അൽഗോരിത മെത്തേഡിലാണ്, അതായത് ഈ ക്രിപ്റ്റോ കറൻസികൾ
ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായിട്ടാണ് ഇത് നമ്മുടെ മൈനിങ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഘടനയിൽ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു സെക്യൂരിറ്റി സർക്കിൾ ഉണ്ടാക്കുകയും നല്ലൊരു രീതിയിൽ ഇത് സെക്യൂരിറ്റിയിൽ നമുക്ക് കോയിൻസ് വേണ്ട രീതിയിൽ വിഭജിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മൈനിങ്ങിൻ്റെ 24 മന്ത്സ് വേണം എന്നുള്ളത് ഒരു വസ്തുത ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യും ഒരു 2 വർഷത്തോളമായി മൈനിങ് നമ്മൾ അവസാന ഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം ഞാൻ തന്നെ ഒരു 1.25 വർഷത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ള ഞാൻ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും മറ്റു കാര്യങ്ങളും. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളിങ്ങും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കാം. ബിയുടെ ഓൾറെഡി ഇത്ര നേരം ഞാൻ വേസ്റ്റാക്കി. പക്ഷേ മൊത്തം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് തന്നത്. പിന്നെ ഹലോ, നമ്മൾ ഈ ഒരു സങ്കല്പം കണ്ടില്ലേ? അതായത് ഇപ്പോൾ ഏതായാലും നമ്മൾ പൈ ഉപയോഗിക്കുന്നുണ്ട്. അതോടുകൂടി ബിയും ടൈം സ്റ്റോപ്പും ഒരുമിച്ച് നമുക്ക് അതിൽ മൈനിങ് നടത്താവുന്നതാണ്. തൊട്ടടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇത് മൂന്നും ഒരേ തോണിയിൽ പോകുന്ന ഒരേ നദിയിലൂടെ ഒഴുകുന്ന സംഭവങ്ങളാണ്. അത് ഏതെല്ലാം വിജയിക്കും എന്നതിനെ പറ്റി നമുക്ക് ഉറപ്പില്ല. കാരണം 1000-ന് മേലെ ക്രിപ്റ്റോ കറൻസികൾ ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് 10 വർഷത്തിൻ്റെ ഇടയിൽ. വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. 10-15-20 ക്രിപ്റ്റോകളാണ് വിജയിച്ചത്. ബാക്കി 950 ക്രിപ്റ്റോ കറൻസികളും ഞാൻ ഉദ്ദേശം പറഞ്ഞാണ് കേട്ടോ. അത്രയും പരാജയം തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ പൈനെ പറ്റി നമുക്ക് അത്രയും വിശ്വാസമുള്ള കാരണം കൊണ്ട് അതിലൂടെ നമ്മൾ ഇത്രയും മുന്നോട്ട് പോയ സ്ഥിതിക്ക് അത് വിജയത്തിലേക്ക് എത്താൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്രിപ്റ്റോയാണ്. ടൈം സ്റ്റോപ്പും ബിയും നമുക്ക് പറയാൻ സാധിക്കില്ല അത് കംപ്ലീറ്റഡ് ആവും. അതിൻ്റെ എന്താ പറയുക 24 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്രിപ്റ്റോകൾ യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ആയിട്ടില്ല. ഇനിയിപ്പോൾ ഉറപ്പിച്ച പയ്യും എന്താണ്ടാവുക നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കില്ല. നമുക്ക് പിന്നെ എന്തായാലും ഫ്രീ ആയിട്ടാണ്, പൈസ കൊടുത്തിട്ടല്ല നമ്മളിത് എടുത്തിട്ടുള്ള. അപ്പോൾ എന്തായാലും അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ക്രിപ്റ്റോകളാക്കി ഉപയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ ലക്ഷപ്രഭുക്കും കോടിപതികളാവാൻ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പൈ ചെയ്യുന്നു. അതോടുകൂടി ഈ ടൈം സ്റ്റോപ്പും ബിയും ചെയ്യുമ്പോൾ പൈക്കില്ലാത്ത ഇപ്പോഴത്തെ സ്പീഡ് ഇതിൽ വളരെ സ്പീഡാണ്. ദിവസം 48 കോയിൻ നമുക്ക് ബിയിൽ കിട്ടുന്നുണ്ട്. ടൈം സ്റ്റോപ്പിൽ നമുക്ക് ദിവസം 14 കോയിനോളം കിട്ടുന്നുണ്ട്. ആരെയും അണ്ടർ ചേർക്കാതെ പറഞ്ഞാൽ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞ് നാണം അവരോട് പറയുമ്പോൾ ആർഗ്യുമെൻസിൻ്റെ ഒരു സംഭവം വരും. പലരും ഇതെന്തിനാ വെറുതെ തരണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരാണ് എന്നുവെച്ചാൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒഴുക്കം മട്ടിൽ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ഒക്കെ ശരി എന്ന് പറഞ്ഞ ആൾക്കാരിൽ പല ആൾക്കാരും ഇപ്പോഴും സ്കിപ്പ് ചെയ്ത് കൊണ്ട് പോവുക ചെയ്യുള്ളൂ. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. 3 മാസം മുമ്പ് അവൻ അത്ര കോയൻ അവൻ്റെ മിസ്സായി. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആർഗ്യുമെൻറ്റിന് വന്ന ആൾക്കാരാണ് വളരെ പെട്ടെന്ന് അത്, കാരണം അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ബീനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. എങ്കിലും ആ പൈയിലുള്ള വിശ്വാസവും ടൈം സ്റ്റോപ്പിലുള്ള ഉറപ്പൊക്കെ കണ്ട് പലരും ഇപ്പോൾ സുഖമായിട്ട് ബിയും ചെയ്യുന്നുണ്ട്. അത് പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ, ജസ്റ്റ് ജനിച്ചിട്ടുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് തന്നെ അത്രയും പിച്ച വെച്ച് മുന്നോട്ടേക്ക് തന്നെ പോവണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാളിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ
ഏതാണ്ടൊക്കെ പൈ പോലെ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. കണ്ട ആ എനർജി ബട്ടൺ ഉണ്ടല്ലോ, അത് ഗ്രീനായി ഇരിക്കുന്ന അവസ്ഥ, മറ്റേതിൽ അതിൽ ഗ്രീനായി ഇരിക്കുന്ന അവസ്ഥയിൽ ഡീആക്റ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് ഞെക്കി കഴിഞ്ഞാൽ ടാപ്പ് ടു ആണെന്ന് പറയുമ്പോൾ നമ്മളത് അമർത്തി അത് ആഷ് കളറാവും. ഇത് അവർ നേരെ തലതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്രീൻ ആവുമ്പോൾ ഇപ്പോൾ ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ അമർത്തി കഴിഞ്ഞാൽ ആഷ് കളറാവും. ആഷ് കളറായി കഴിഞ്ഞാൽ പിന്നെ അത് ആ ബട്ടൺ അമർന്നു എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ 24 hours കഴിയുമ്പോഴാണ് വീണ്ടും. അപ്പോൾ പൈയും ബിയും ഒരേ രീതിയിലാണ് അതിൻ്റെ എന്താ പറയുക മൈനിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. ഫ്രണ്ട് സ്റ്റേജിൽ തന്നെ ടീമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ അടിയിൽ അണ്ടറിൽ ആഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അതുപോലെ 18 പേരിൽ 15 പേരാണ് ആക്റ്റീവായി എന്നുള്ളതും, ഇത്ര 806 കോയിനാണ് എനിക്ക് കിട്ടിയെന്നുള്ളതും, ഇതിൻ്റെ എനിക്ക് നിലവിലെ സ്പീഡ് ഇതിപ്പോൾ ആക്റ്റീവ് അല്ലാത്ത സ്റ്റേജ് ആയ കാരണമാണ്. ആക്റ്റീവ് ആയാൽ എനിക്ക് ഇതിപ്പോൾ മണിക്കൂറിൽ 7.6 BB ആണ് കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കതിൽ, അതായത് ഉള്ളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ 806 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണിക്കും. അതായത് ഇനി കണ്ട നമ്മുടെ കറൻ്റ്ലി ഏണിങ്സ് 23 മണിക്കൂർ 59 സെക്കൻഡ് കൂടിയാണ് എനിക്കിത് മൈനിങ്ങിന് വേണ്ടിയുള്ള ആ ബട്ടൺ നമ്മൾ അമർത്തിപ്പോൾ ഇനി ഇത്രയും ബാലൻസ് സമയം കൂടി ഉണ്ട് നമുക്കത് ഒരു മൈനിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു ദിവസത്തെ മൈനിങ്ങാണ്. അപ്പോൾ ഒന്നും വെരിഫയർ അല്ല ഞാൻ, അതൊക്കെ ഭാവിയിൽ വരാവുന്ന ഓരോ സംഭവങ്ങളാണ്. കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. റഫറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 6 B സ്പീഡുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡയറക്റ്റ് സ്പീഡ് 1.6 മണിക്കൂറിൽ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശം. 48 കോയിനോളം കിട്ടണു എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട എനിക്ക് ഓരോരോ ദിവസങ്ങളിൽ കിട്ടിയ ജോയിനിങ്ങിൽ എനിക്ക് ഏറ്റവും അടിയിലാണ്. ജോയിനിങ്ങിൽ എനിക്ക് 1 പൈയും പിന്നെ ഡെയിലി മൈനിങ് ഓരോ ദിവസം ഞാൻ അണ്ടറിലായ ആൾക്കാരെ ആഡ് ചെയ്ത കാരണം കൊണ്ട് 135, 7-ാം തീയതി, 8-ാം തീയതി 151, 9-ാം തീയതി 164, 10-ാം തീയതി 150, 11-ാം തീയതി 173. കാരണം അന്നത്തെ ദിവസം പല ആൾക്കാരും ചിലപ്പോൾ മൈനിങ് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല അവർ. അപ്പോൾ അതൊക്കെ നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താൻ സാധിക്കും. കണ്ട, അതായത് ഈ പിങ് എഴുതിയിരിക്കണ്ട, അതായത് അയാളെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഉള്ളൊരു അവസരമാണ്. പയ്യിൽ ഓരോരുത്തരും സെപ്പറേറ്റ് നമുക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നില്ല, കോമൺ ആയിട്ടാണ് ഓർമ്മപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതുമ്പോൾ ഞെക്കി കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് വരും, ഒരു പോപ്പപ്പ് പോലെ മേലെ കാണിക്കും, ഇത് ടൈമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് അത് പൈയുടെ കൂടെ തന്നെ ടൈം സ്റ്റോപ്പും ബിയും ഒക്കെ നമുക്ക് കൊണ്ടുപോകാവുന്നുള്ളൂ. റഫർ കോഡ് കുറ്റിക്കാട്ടുന്നതാണ്. സ്പെല്ലിങ് തെറ്റാതെ സ്മോൾ ലെറ്ററിൽ തന്നെ KUTTIKKATT എന്നടിക്കുക. ഞാൻ നേരത്തെ നമ്പർ പറഞ്ഞിരുന്നു 9349901007. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് അയച്ച് ഞാനത് ക്ലിയർ ചെയ്ത് തരാവുന്നുള്ളൂ. പിന്നെ ഇതൊരു വിശ്വാസ്യമായ ഒരു ഉത്തരമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതായത് 1 B എന്ന് പറയുന്നത് $1 ഈക്വലാണ്. $1 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 72, 78 അത്രയ്ക്ക് റേറ്റാണ്. അപ്പോൾ 1 B അത്രയും $1 ഈക്വലാണ്. നമുക്കൊരു ദിവസം 48 B നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമ്പോൾ, ആരെയും അണ്ടറിൽ ചേർക്കാതെ അത്രയും കോയിൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും $48 കിട്ടിയതിൻ്റെ ഒരു സമാനമാണ്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം, ഈ പ്രൊജക്റ്റ്, ഈ ക്രിപ്റ്റോകറൻസി, ബിയിലെ ക്രിപ്റ്റോകറൻസി യാഥാർത്ഥ്യമാവാന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം കിട്ടണ ഡോളേഴ്സ് $48. അപ്പോൾ അത് വലിയൊരു സംഖ്യയാണ്. അതൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ 2 വർഷത്തോളം നമ്മൾ മൈനിങ് കാത്തിരിക്കണം. 2 വർഷത്തോളം ഇവർ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമെന്നറിയില്ല. പൈരന്മാരി പ്രൊജക്റ്റ് മുന്നോട്ട് പോവാന്നുണ്ടെങ്കിൽ ഇതിൽ ആഡായിട്ട് ഇത് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും കോയിൻസ് കിട്ടുന്നുള്ള കാര്യത്തിൽ, അതിലെ ക്യാഷാക്കി മാറ്റാം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒരുമിച്ച് സ്പീഡപ്പിൽ
എപ്പോഴും വലിയ രീതിയിൽ റിസ്ക്കുകൾ എടുക്കാതെ നോക്കാതിരിക്കും നന്നായിരിക്കുക. ഞാൻ ചെറിയ റിസ്ക്കാണ്, കാരണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തില്ലെങ്കിലും പല ആൾക്കാരുടെയും കുടുംബത്ത് വീട്ടിൽ 3-4 സ്മാർട്ട് ഫോണുണ്ട്. മിനിമം ഒരു 2 GB റാമെങ്കിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നന്നായിരിക്കും. കാരണം 2 വർഷം കഴിയുമ്പോഴത്തെ ഇതിൻ്റെ സ്റ്റേജും ഇതിൻ്റെ ആപ്പിൻ്റെ വലിപ്പമൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ഒരു 8 മാസം മുമ്പ് ഉപയോഗിച്ച അതേ ലെവലല്ല ഇപ്പോഴത്തെ ലെവല്. സ്ലോ ആണ്, ആപ്പ് തന്നെ ഓപ്പൺ ആവാൻ സ്ലോ ആണ്. നെറ്റും പലയിടത്തും സ്ലോയിലാണ് കിട്ടുന്നത്. അതും ഈ ആപ്പിൻ്റെ സൈസും വ്യത്യാസം വരുമ്പോൾ 2-3 അപ്ഡേഷൻസൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഒരു കപ്പാസിറ്റി കൂടി നമ്മൾ തിരക്കേടില്ലാതെ നോക്കിയെടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ മൊബൈൽ നമ്പർ വഴിക്കോ ഫേസ്ബുക്ക് വഴിക്കോ ആണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ വഴിക്കാകുമ്പോൾ OTP നമ്പർ വന്ന് നമുക്ക് കാര്യം നടക്കും. ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യണം. ഫേസ്ബുക്ക് ആകുമ്പോൾ അതും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈലിൽ നഷ്ടപ്പെട്ടു പോയി, അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വന്നു, ഫോർമാറ്റ് ചെയ്യേണ്ട വന്നു, അല്ലെങ്കിൽ പുതിയത് ഒരെണ്ണം വാങ്ങി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോയിൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ലെവലിലാണ് പോയിരിക്കണേ, ഫേസ്ബുക്ക് വഴിക്കാണ് ഇൻസ്റ്റാൾ ആയിരിക്കണേ, അല്ലെങ്കിൽ എന്താ പറയുക ഫോൺ നമ്പർ വഴിക്കാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കണേ എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. ഓക്കെ, ഇങ്ങനെയൊരു സംഭവം നിങ്ങൾ കണ്ടിരുന്ന, അതായത് പൈയിൽ 25,000 കോയിനോളം ലഭിച്ചിട്ടുള്ളതിൽ KYC കഴിഞ്ഞ ആൾക്കാരുടെ കോയിനാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ KYC ഭാവിയിൽ വരും എന്നത് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആധാറിലെയോ പാസ്പോർട്ടിലെയോ പേര് എങ്ങനെയാണോ, പല ആൾക്കാരും ആധാറിൽ ഇങ്ങനെയല്ല, പക്ഷേ എൻ്റെ ശരിക്കും ഇങ്ങനെയല്ല എന്നുള്ളതല്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ആധാറിൽ എന്താണോ അതാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ ആധാറിലോ അല്ലെങ്കിൽ പാസ്പോർട്ട് സ്ഥിരമായി യൂസ് ചെയ്യുന്നവർക്ക് അത് കാണാപാഠം കൈകാര്യം ചെയ്യാൻ സാധിക്കും. വെറുതെ പാസ്പോർട്ട് എടുത്തു പല ആൾക്കാർക്കും വീട്ടുപേര് തൊട്ട് അപ്പൻ്റെ പേര് തൊട്ട് ഏറ്റവും അവസാനമായിരിക്കും അവൻ്റെ പേര് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൺഫ്യൂഷനാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ആധാറിൽ എന്താ കാണിക്കുന്നത്, നമ്മുടെ പേരും അച്ഛൻ്റെ പേരും, നമ്മുടെ പേരും വീട്ടുപേരും, അല്ലെങ്കിൽ നമ്മുടെ പേരും അതിൻ്റെ അപ്പുറത്തെ ഇനീഷ്യലും. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കുക, തെറ്റായി കൊടുക്കാതെ. അപ്പോൾ ആധാറിൽ എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ എന്താണ് കാണിക്കുന്നത് അതുപോലെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭാവിയിൽ നമുക്കത് KYC ഒക്കെ ചെയ്യുമ്പോൾ കോയിൻ നമ്മുടെ വാലറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പോൾ ഇത്രയും കോയിനുള്ള ഒരാൾക്ക് ഇത്രയും കോയിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ചെയ്യാവുന്ന കോയിൻ്റെ മൂല്യം 861 ഉള്ളൂ. കാരണം അയാളുടെ മാത്രം KYC ആയതുകൊണ്ട് അയാളുടെ കോയിൻ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അയാളുടെ അണ്ടറിൽ ഒരുപാട് ആൾക്കാരുണ്ട്, 10, 200, 250 പേരോളുണ്ട്. അപ്പോൾ 250 പേരിൽ ആരൊക്കെയാണ് KYC കംപ്ലീറ്റ് ചെയ്യുന്നത് അവരുടെ കോയിൻസൊക്കെ അവർ വഴിക്ക് കിട്ടിയ കോയിൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരാളെ അണ്ടറിൽ ചേർക്കുമ്പോഴും അവരോട് വേണ്ട രീതിയിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും മൈനിങ് ഒരേപോലെ പൈയുടെ കൂടെ തന്നെ ടൈം സ്റ്റോപ്പും ബിയും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കോയിൻസ് ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.